അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം എത്തിക്കിട്ടി. ഏത് ദിവസം എന്നല്ലേ, നമ്മുടെ മൾട്ടിവുഡിൻ്റെ സ്റ്റോക്ക് വന്ന ദിവസം. അപ്പോൾ വെൽക്കം ടു ഡേ 7 ഓഫ് ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓഫ്ലൈൻ. നല്ല മഴയുള്ള നല്ല ബ്ലോക്കുള്ള ഒരു ദിവസമാണ് ആ ഒരു കോൾ വന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറയുക അവിടെ സ്റ്റോക്ക് വന്നിട്ടില്ല, ആലുവ വരെ പോകണമെന്ന്. അങ്ങനെ കേട്ട പാടെ രാത്രി എന്ന് നോക്കിയാണ്ട് അവരും ഹെൽപ്പ് ചെയ്തായിരുന്നു നമ്മളെ. ആ ഒരു ആലുവയിലുള്ള ആ ഒരു ഷോറൂമിൽ ഗോഡൗണിലേക്ക് നമ്മളും പോയി എത്തിക്കഴിഞ്ഞ് സാധനങ്ങളെല്ലാം കയറ്റി പതിയെ വീട്ടിലെത്തി. പിറ്റേ ദിവസം വർക്ക് തുടങ്ങിയപ്പോഴാണ് 8ൻ്റെ പണി കിട്ടിയെന്ന് മനസ്സിലായത്. എന്തൊക്കെ സംഭവം, ഈ ഒരു കളറ് ആ ഒരു മൾട്ടിവുഡിൽ നിന്ന് കട്ട് ചെയ്യാൻ നേരത്ത് സെപ്പറേറ്റ് ആയി പോകുമായിരുന്നു. അതിന് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ മനസ്സിലായി പണി പാളി, ഇനി നഷ്ടങ്ങളായിരിക്കും മൊത്തം എന്നുള്ളത്. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറേ പണി കിട്ടിയിട്ടായിരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും നമ്മൾ പഠിക്കണം ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയിട്ട് ഞങ്ങൾ വേറെ മൾട്ടിവുഡ്, ഈ ബ്രാൻഡിൻ്റെ തന്നെ നോർമൽ മൾട്ടിവുഡ് എടുത്ത് പിന്നെ പെയിൻറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ഇട്ട് നമ്മളങ്ങനെ നടന്നു. പിന്നെയാണ് നമ്മൾ പണിതുകൊണ്ടിരുന്ന റിസപ്ഷൻ ടേബിൾ കംപ്ലീറ്റ് ആയി എന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. അത് പോയി കണ്ടു. അതിൻ്റെ ടേബിളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടേബിളിൽ ഒരു WPC പാനൽ ഒട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമുക്ക് കുറേ നോക്കിയിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഒരു പ്രിൻ്റാണ് എടുത്തത്. പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 3D പ്രൊജക്ഷനൊക്കെ വരുന്ന ടൈപ്പ് ഒരു പ്രിൻ്റ് നമ്മുടെ വിനൈൽ പ്രിൻറ്റിങ് ചെയ്യുന്ന ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ ഒരു 3D പ്രൊജക്ഷൻ പോലത്തെ ഒരു ഡിസൈൻ കൊടുത്ത് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ തന്നെ ഒട്ടിക്കുകയാണ് ചെയ്തത്.